നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതക്രമം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ഘട്ടമാണല്ലോ വിവാഹം. കാരണം ഇപ്പൊ കല്യാണങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് എന്നെ പറ്റി ആയിരിക്കോ അല്ല അവരെ പറ്റി ആയിരിക്കോ എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന കല്യാണങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്. ഓരോന്നും എല്ലാ ഘട്ടങ്ങളും എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ അതിലൊരു മാതൃക മുസ്ലിങ്ങളിൽ നിന്ന് പറയാവുന്ന എന്തെങ്കിലും ഇപ്പൊ കാണിച്ചു കൊടുക്കാനുണ്ടോ അവരുടെ മാതൃക ഭയങ്കര സംഭവമാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നു. അവര് എല്ലാത്തിനും അനുകരണീയമായ മാതൃകകൾ സൃഷ്ടിച്ചിരുന്നു. നോക്കുക, വിവാഹം സാമൂഹ്യ ജീവിതത്തിലേക്ക് ആഴത്തിൽ വെക്കുന്ന ഒന്നാമത്തെ പടിയാണ്. അതേപോലെ തന്നെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് നിമിത്തമാകുന്ന ഒന്നാമത്തെ ഘട്ടമാണ് വിവാഹം. പുണ്യകർമ്മമാണ്. സുരേഷ് പറഞ്ഞു സുന്നത്തി എന്റെ മാതൃകയാണല്ലോ. അപ്പോൾ സാധാരണ പറയാം സുന്നത്തിൽ എന്താ പറയാ? സുന്നത്ത് പറഞ്ഞാൽ അത് എടുത്താൽ കുഴപ്പമില്ല, അല്ലെ? ഇതെങ്കിലും കുഴപ്പമില്ല. അതല്ല സുന്നത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ക്രമമാണ്. ഒരുപാട് വിവാഹം ചെയ്തിട്ടില്ല. അതിൽ ഒന്നെങ്കിലും വിവാഹം ചെയ്യുന്നത് എന്റെ ചര്യയാണെന്ന അതല്ലാത്ത മറ്റു മാർഗങ്ങൾ അവലംബിക്കുന്നവർ എന്നിൽപ്പെട്ടവരല്ല എന്ന് ആരാ പറഞ്ഞത്? ഈ സുന്നത്ത് കാണിച്ചിരുന്ന, ഈ ജീവിതക്രമം കാണിച്ചിരുന്ന, ഈ ക്രമീകരണം വരുത്തിയ റസൂലുള്ളാഹി അതിലൊന്നാമത്തെ ഭാഗമാണ് ഒരാൾ ഇണയെ കണ്ടെത്തുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിന് ഇണയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇണ കാരണം അത് ഭാര്യ ഒരു പെണ്ണിനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിലും അങ്ങോട്ട് തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താ നോക്കേണ്ടത്? നമ്മളെപ്പോഴും കുത്തുബയിൽ പറയുന്നതാണ്. നിക്കാഹുകൾ പ്രത്യേകിച്ചും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് നമ്മളെങ്ങനെയാണ് സ്വീകരിക്കുക? കാണാനും നല്ലൊരു വീട് വേണം, കൊള്ളാവുന്ന ആളുകളുണ്ട്. പിന്നെ കാണിക്കൊടുക്കുന്നവർക്ക് നല്ലൊരു പെണ്ണാണല്ലോ അല്ലെങ്കിൽ നല്ലൊരു പയ്യനാണല്ലോ എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. ഇതെല്ലാം നമ്മൾ പരിഗണിക്കുക. സുരേഷൻ പറഞ്ഞത് എന്താ? ആർക്കാണ് കൊള്ളുന്നോ? ആർക്കാണോ മതം തൃപ്തിപ്പെട്ട മതമാണ് എന്നത്, ആ മതത്തിൽ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ അവന് ഏറ്റവും ഇണയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ട വിഷയം എന്താ? ദീന് പരിഗണിക്കണം, നല്ല സ്വഭാവം പരിഗണിക്കണം. മതനിഷ്ഠയും സ്വഭാവനിഷ്ഠയും പരിഗണിക്കണമെന്നാണ്. മറ്റതൊക്കെ ഓൾറെഡി കൂടുതൽ ഉണ്ടായിക്കോളും. നല്ല മതനിഷ്ഠയും അതേപോലെ സ്വഭാവനിഷ്ഠയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടാവും. അതേപോലെ രണ്ടാമത്തത്, ഒന്ന് ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ മതനിഷ്ഠയുള്ള ആളുകളെ തെരഞ്ഞെടുക്കണം. രണ്ട്, വലിയന്റെയും ഇണയുടെയും സമ്മതം ഉണ്ടാവണം. അതൊരു പോയിന്റാണ്. ഇപ്പോഴത്തെ കാലത്ത് എന്താണ് കുട്ടികളെ പറയാ, ഞാനൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. പെൺകുട്ടികളടക്കം പറയുന്ന ഒരു കാലമാണ്. ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ വിവാഹം ചെയ്യും. ആരോടാ പറയുന്നോ? അതുവരെ പോറ്റി വളർത്തിയ രക്ഷിതാക്കളോട് പറയുന്നില്ല. അവർ അറിയുകയാണ്. ഒരു രക്ഷയില്ല. അതിനകത്ത് കാഴ്ച കൊടുക്കേണ്ട രക്ഷയില്ലാതെ അങ്ങനെയല്ല. ദീന് പറയുന്നത് രണ്ടും വളർന്നാണ്. എന്താ പറയുന്നത്? സമന്വയിക്കണം. രണ്ടുപേരുടെയും വലിയന്റെയും ഇണയുടെയും അനുവാദം സമന്വയിക്കുന്ന അന്വേഷണമാകണം ഒന്നാമത്തെ ഘട്ടം. സുരേഷൻ പറഞ്ഞു വലിയ മാതാപിതാക്കളുടെ വലിയന്റെ സമ്മതമില്ലാതെ വിവാഹമില്ല, നിക്കാഹ് പാടില്ല. രണ്ട് സാക്ഷികളുടെയും സാന്നിധ്യം വേണം. മൂലയും വേണ്ട, അതേപോലെ ഉസ്താദ് വേണ്ട, അതേപോലെ നാട്ടുകാർ വേണ്ട, ആരും വേണ്ട, കുടുംബക്കാരും മക്കളും വേണ്ട. രണ്ട് സാക്ഷികളുണ്ടെങ്കിൽ നിക്കാഹ് സാധുവായി. പക്ഷെ എന്ത് വേണം? വലിയന്റെ സമ്മതം വേണം. രണ്ടാമത്തെ പുസ്തകത്തിൽ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞു, രക്ഷിതാക്കളായ ഉപ്പയുടെ സമ്മതമില്ലാതെ പെണ്ണിന്റെ സമ്മതമില്ലാതെ ഉപ്പാക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നേരെ തിരിച്ചുണ്ടാവുക. ഞാനന്ന് കണ്ടെത്തും, നിങ്ങളത് നീ അത് കെട്ടണം. മതമല്ല, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മതം പറയുന്നത്, ഇസ്ലാം പറയുന്നത് രണ്ടുപേർക്കും തൃപ്തിപ്പെടണം. പെണ്ണിനോ അല്ലെങ്കിൽ പുരുഷനോ. പണ്ടൊക്കെ തന്നെയാണ് ഉപ്പ പറയുന്ന പോലെ ഉമ്മ പറയുന്നത് പോലെയാണ്. സുരേഷ് പറഞ്ഞത് നേരെ തിരിച്ച് ഉപ്പ പറയും പോലെ മാത്രമല്ല, ഉപ്പയും പറയണം, ഉമ്മ പറയണം, പെണ്ണ് പറയണം, അതേപോലെ തന്നെ ആണും പറയണം. കുഴപ്പമില്ല, സാരമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അഥവാ പറയുന്നില്ലെങ്കിൽ പോലും മൗനം സമ്മതം സുരേഷ് വന്നിട്ടുണ്ട്. പറയുന്നില്ല, മൗനം ഒന്നും പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഒന്നും മിണ്ടാതിരുന്നാൽ നാണമുണ്ടാകാം. പാടില്ല, എനിക്ക് പറ്റൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിർബന്ധിക്കേണ്ടതില്ല. അവിടെയാണ് ഇസ്ലാം അവിടെയാണ് നിൽക്കുന്നത്. മൂന്നാമത് അന്വേഷണവും കാണലും. ആരെ കാണേണ്ടത്? നമ്മൾ 100% പരാജയപ്പെട്ട ഒരു മേഖലയാണ്. ശ്രദ്ധിച്ചോളൂ. സുലേഷൻ പറഞ്ഞു, ഇതാ സതവാഹദുക്കും ഇമ്രാഹൻ, നിങ്ങൾ ഒരു പെണ്ണിനെ വിവാഹാന്വേഷണത്തിന് പോവുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ സ്വയം പോയി കാണുകയാണ്. നിങ്ങൾ ബന്ധങ്ങൾ നേർക്ക് നേരെ കൂട്ടിയുറപ്പിക്കാൻ ഏറ്റവും നല്ലത് തന്നെയാണ്. ഇപ്പൊ ഫോട്ടോ കണ്ടാൽ പോരാന്നർത്ഥം, വീഡിയോ കോൾ ചെയ്താൽ പോരാന്നർത്ഥം. ഈ കാലത്തില് എന്റെ വിശദീകരണം ദിവസം അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നേരത്തെ നേരെ കണ്ടാൽ ഇപ്പൊ കാണുന്നത് പോലെ ഒരു ഫോട്ടോ അയച്ചാൽ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് അയച്ചൂടെ? കണ്ടതുപോലെ ഒന്നും എനിക്കുണ്ടാകുക. പിന്നീട് പറയാ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. വേണ്ട, നേരത്തെ നേരെ കാണുക. ആരൊക്കെ കാണണം? അവിടെയാ പോയത്. ആരൊക്കെ കാണേണ്ടത്? കാണുമ്പോൾ ഒരു സമയത്ത് ആരോ വേണ്ടത്? തന്റെ കൂട്ടുകാരന്റെ. സുരേഷനും പറയാണ് അങ്ങനെയല്ല പോകേണ്ടത്. അങ്ങനെ അന്യ പുരുഷന്മാരെ കാണിച്ചിട്ട് അവർക്കൊക്കെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ പാടില്ല എന്നാ. കാരണം അവരുടെ ഇഷ്ടത്തിൽ നിന്ന് അവർ കാണാൻ പാടില്ലല്ലോ. ഇപ്പൊ ഇത് പറഞ്ഞ എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും എനിക്കും നിങ്ങൾക്കും എന്നത് അറിയാം. ആരാ പറയേണ്ടത്? ആരാ പോകേണ്ടത്? തന്റെ മാതാപിതാക്കളോടൊപ്പം അതേപോലെ തന്നെ അടുത്ത ബന്ധുക്കളോടൊപ്പമാണ് പോയി കാണേണ്ടതുണ്ട്. നാട്ടുകാരെ കാണിക്കാനില്ല, കൂട്ടുകാരെ അറിയിക്കാനുമില്ല. ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. കാണുന്ന സമയത്ത് മുട്ടായി കൊടുക്കലുണ്ട്, ഇസ്ലാമികമല്ല. ഇനിയിപ്പോ പാരിതോഷികമാണ്, പിന്നെ ഒരു ഹറാമൊന്നുമല്ല. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിന് കൂടുതൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? എത്ര പെട്ടികളാ കൊണ്ടുവന്നു? അതൊരു വരവാണ്, വല്ലാത്തൊരു വരവാണ്. നമ്മൾ പിന്നെ നിക്കാഹിന്റെ സമയത്ത് കൊടുക്കുന്ന മഹറിനേക്കാൾ വലിയ പാരിതോഷികൾ കൊടുക്കുകയാണ്. എന്നിട്ടോ പക്ഷെ എനിക്ക് പറയാം എനിക്ക് പറ്റിയില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. എന്നിട്ട് അതൊക്കെ തിരിച്ചു വാങ്ങാം. അല്ലാത്ത മോശം. ഒരു പാരിതോഷികം കൊടുത്താൽ തിരിച്ചു വാങ്ങുന്നത് ഛർദ്ദിച്ചത് തിന്നുന്നതിന് തുല്യമാണെന്ന്. അത്ര മോശപ്പെട്ട സംഗതിയാണ്. എന്നാൽ നമ്മളെന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചു പറയും. മാതാപിതാക്കളോടൊപ്പം അതേപോലെ തന്നെ അടുത്ത ബന്ധുക്കളോടൊപ്പമാണ് പോയി കാണേണ്ടതുണ്ട്. നാട്ടുകാരെ കാണിക്കാനും അങ്ങനെയല്ല. ഇപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ എന്ത് ചെയ്യാം? ഒരു പാരിതോഷികം കൊടുത്തെന്ന് വിചാരിച്ചോ, കൊടുത്ത സമയത്ത് ഒരു മൊബൈലും കൂടി കൊടുക്കുക അല്ലെ? അങ്ങനെയാണല്ലോ ഏറ്റവും നല്ല വിലപ്പെടുന്ന ഒരു മൊബൈലും കൊടുക്കും. ഫോൺ ചെയ്യാൻ പാടുണ്ടോ? ഇസ്ലാമിക ദൃഷ്ടിയ പറയുകയാണെങ്കിൽ ഇസ്ലാത്തുള്ള സമുദായത്തോടാണ് പറയുന്നത്. കൊടുക്കലുണ്ടോ എന്നുള്ളത് 100% കൊടുക്കലുണ്ട്, വിളിക്കലുണ്ട്. പിന്നെ പറയാൻ പറ്റുന്നോ പറയാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നതോ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ നിക്കാഹ് കഴിയുന്നത് വരെ അന്യ പുരുഷൻ തന്നെയാണ്. ഒരുമിച്ച് പോയി ഡ്രസ് എടുക്കുക, ഒരുമിച്ച് യാത്ര ചെയ്യുക, അതേപോലെ തന്നെ ഒരുമിച്ച് ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നർത്ഥം. പറഞ്ഞു വന്നത് പിന്നെ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് സ്വീകരിക്കുന്നത് വരെ അല്ലെങ്കിൽ നിക്കാഹ് ചെയ്യുന്നത് വരെയും അന്ന് വരെ അന്യപുരുഷന്മാരായി തന്നെ അന്യസ്ത്രീയായി തന്നെ കരുതുകയും അങ്ങനെ ജീവിക്കുക. ഇനി അന്ന് കല്യാണത്തിന്റെ ദിവസം, വിവാഹത്തിന്റെ സുദിനം സന്തോഷമുള്ള ദിവസമാണ്. അതൊരു രണ്ട് ഉടലുകൾ ചെയ്യുന്ന ഒരു ദിവസമല്ല. അവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ടാമത് കൊടുക്കുന്നത് പിന്നെ നിക്കാഹ് ചെയ്യുന്നത് അങ്ങനെയല്ല. രണ്ട് കുടുംബങ്ങൾ, രണ്ട് പ്രദേശത്തുകാർ അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ആ കുടുംബങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടത് അന്ന് വരെ അകന്നു നിന്നിരുന്ന കുടുംബങ്ങളെ അടക്കം ഒന്നാക്കുന്ന ഒരു പ്രവണതയാണ്. നിക്കാഹിനെ പോലെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ബന്ധം മറ്റൊന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അത് ഒരു കേവലമായ കരാറിന്റെ വാക്ക് മാത്രമല്ല, രണ്ട് കൂടിച്ചേരുകളുടെ ഉടലുകൾ ചേരുന്ന ഒരു ക്രമവുമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള, രണ്ട് പിന്നെ പ്രദേശത്തുകാരോ രണ്ട് നാട്ടുകാരോ രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാരോ തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ സംഘവുമായി ഒരു ബന്ധം കൂട്ടിയുറപ്പിക്കുന്ന ഒരു വേദിയാക്കിയിട്ട് കൂടി മാറണമെന്ന്. എന്നാൽ എന്തായാലും കൂടുതൽ പറയട്ടെ, വിവാഹത്തിന്റെ തലേ ദിവസം ഇപ്പൊ നോക്കുക, ലോൺ എടുത്തിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ലോൺ എടുത്തിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ നമ്മള് പറയാം, ദുബൈയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അംബാനിയുടെ കല്യാണം ഇത്ര കോടി. എന്തിനാണ് വിമർശിക്കുന്നത്? അയാൾക്ക് അത്ര കോടിയിൽ ഒരു 0.0.0% മാത്രമേ അയാൾ ചെലവാക്കിയിട്ടുള്ളൂ. നമ്മൾ അങ്ങനെയാണ്. നമ്മളാകെ 10-20 ലക്ഷത്തിന്റെ ആസ്തി നമുക്കുള്ളൂ. നമ്മളെ ചെലവാക്കുന്നതോ 5 ലക്ഷത്തിന്റെയും 10 ലക്ഷത്തിന്റെയും. അയാളെ അപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് കുറ്റം പറയാൻ കാരണം? അയാളെ കുറ്റം വേറെ പറഞ്ഞോളൂ നമുക്ക്.
ഞാൻ പറയുന്നത് തലേതൊക്കെ ഭയങ്കര ഭക്ഷണം കൊടുത്ത് ആകപ്പാടെ കടത്തിൽ ലോണിട്ട് ഇടങ്ങാറായിട്ട് ലോൺ എടുത്തിട്ടുമാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ആ ഒരു തലേ ദിവസം എന്തൊക്കെ പിന്നെ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത് നേരം പഠിക്കുന്നത് വരെ ഉറപ്പൊഴിയും. ഇപ്പൊ ചില ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള വീട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വല്ലാത്തൊരു ശല്യമായി പോയെന്നാണ്. കാരണം നേരം വെളുക്കുന്നവരെ പട്ടുകൂത്തുമായിട്ട് ആരാണ് ഇതൊക്കെ അനുവദിച്ചത്? എന്ത് മാനദണ്ഡമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, പാട്ടോ കളിയോ തമാശം പാടില്ല എന്നല്ല, അതൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം എന്ന് നമ്മൾ കണ്ടറിയണം. വിവാഹത്തിന്റെ തലേ ദിവസമാണ് പല ചെക്കന്മാരും അതേപോലെ തന്നെ ചില അകന്ന ബന്ധുക്കളായ പെൺകുട്ടികൾക്കും കേടുവരുന്നതും ചീത്തയാകുന്നതും മോശമായ പ്രവൃത്തികൾ ആരംഭിക്കുന്നതും അത് മുതലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ തിരുത്തണമെന്നാലും തലേ ദിവസത്തെ പരിപാടികളൊക്കെ നിർത്തിവെക്കാൻ ഇസ്ലാഹി പ്രവർത്തകരായി നമുക്കെങ്കിലും സാധിച്ചില്ലെങ്കിൽ എന്ത് ഇസ്സത്താണ്, എന്ത് അന്തസ്സാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. ഇനി അന്നത്തെ ദിവസം നോക്കുക, വിവാഹം അള്ളാഹു സാക്ഷി നിർത്തിയിട്ടുള്ള ഈ കരാറിലേക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയം അല്ലെങ്കിൽ നികാഹൊക്കെ ഒരുവിധം കൃത്യമായിട്ടാണ് നടക്കുക. ഭാരതമാകുന്ന ചെറിയ പ്രാർത്ഥന നമുക്ക് തോന്നിയാൽ ഈ പ്രാർത്ഥന ഒന്നും മതിയാവില്ല. കാരണം മറ്റുള്ള ആളുകളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇത് നമ്മൾ മറ്റുള്ളവർ സങ്കടപ്പെടുന്നത് ഇസ്ലാം ദീനെന്നുള്ള കാണിച്ചു തന്നില്ലേ, ആ ഏറ്റവും തെറ്റി കാണിച്ചു തന്നെ എങ്ങനെ വേണം, എത്ര പ്രാർത്ഥിക്കണം, എത്രത്തോളം ആവാം കൃത്യമായി കാണിച്ചു തന്നിട്ട് എങ്കിൽ അതൊക്കെ ചെയ്ത് റെഡിയായിട്ടുണ്ടെങ്കിൽ സംഗതിയാണ്. എന്തൊരു മാരകമായ ഇസ്ലാം ദീനിനെ അവഹേളിക്കാൻ ഇത്രമാത്രം ക്രൂരമായ തരത്തിലാണ് പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്തും അല്ലെങ്കിൽ വരന്റെ ആളുകൾ കാട്ടിക്കൂട്ടുന്നത്. പേര് മാത്രം ഇപ്പോഴില്ലേ, പേര് മാത്രം ഷർട്ടൊക്കെ ഊരിയിട്ട് അതുതരം ചായ കഴിച്ചിട്ട് തുള്ളിക്കുകയാണ്. മുസ്ലിം സമുദായമാണ്. എന്ത് ഇസ്സത്താണ് സഹോദരി സഹോദരന്മാരും കാണിച്ചു കൊടുക്കേണ്ടത്? ഇസ്സത്ത് എന്നുള്ളത്, ഈ പ്രതാപം എന്നുള്ളത് മതബോധം നിറഞ്ഞ ഒരു സദസ്സാണ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള കരാറാണ്. ആ കരാറിലേക്ക് അള്ളാഹുവിന്റെ ആർഷ് സിംഹാസനം കുലുങ്ങുമാറുള്ള അത്ര ഘനഗാംഭീര്യമുള്ള ഒരു സദസ്സാണിത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്നത് ആരെയാണ് അവഹേളിക്കുന്നത്? നാം നമ്മളെ തന്നെയല്ലേ ആലോചിക്കാൻ വേണ്ടി പറയുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകും.